وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റമളാനിൽ ആരംഭിച്ചിരുന്ന ഒരു കിതാബായിരുന്നു ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ എഴുതിയിട്ടുള്ള ആദാബു ഹസൻ അൽ ബസരി സുഹ്ദുഹു വ മവാഇദുഹു. ഹസൻ അൽ ബസരി റഹ്മഹുല്ലാ ബസറയിൽ ജീവിച്ചിരുന്ന സ്വഹാബികളുടെ കാലത്ത് തന്നെ ജനിച്ചിട്ടുള്ള, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നാലും ആദ്യകാലത്ത് ജനിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദ്യകാലത്ത് ജനിച്ചിട്ടുള്ള താബിഈയാണ് അദ്ദേഹം. ഇമാമാണ്. പിന്നെ അദ്ദേഹത്തിന് ബസ്രയിലെ ഇമാമായിട്ട് ജീവിച്ചിരുന്ന വളരെയധികം സാഹിദായിരുന്ന അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വാളുകൾ, ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യസ്ത ബാബുകളിലായിട്ട് ക്രോഡീകരിച്ച ഒരു കിതാബാണിത്. 6 ബാബുകളാണ് ഈ കിതാബുള്ളത്. 6 ഫസ്ലുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ 2 ഫസ്ലുകൾ 3-4 ദർസുകളിലായിട്ട് മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇനി വായിക്കുന്നത് അൽ ഫസ്ലു സാലിസ്, 3-ാമത്തെ ഫസ്ലാണ്. فيما أورده من الحكم والمواعظ مختصرا على جهة البلاغة والإيجاز. ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ഉപദേശങ്ങൾ അത് വളരെ ചുരുങ്ങിയ രീതിയിലും അതുപോലെ തന്നെ ഭാഷയിൽ വളരെയധികം നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ള ചില മവാഇദുകളും ഹിക്കമുകളും ഉത്ബോധനങ്ങളുമെല്ലാമാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഒരു അസർ, سمع الحسن رجلا يقول اللهم أهلك الفجار. ഒരിക്കൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി കേൾക്കുകയുണ്ടായി, ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ തെമ്മാടികളെ നീ നശിപ്പിക്കണമേ, തിന്മകളിൽ മുഴുകി നിൽക്കുന്ന തിന്മകൾ ചെയ്യുന്ന ആളുകളെ നീ നശിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുന്നത് കേട്ടു. ആ സമയം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫഖാല ഇദൻ തുസ്തവഹശു തരീഖു വയഖില്ലു അൽ മുതസർരിഫൂൻ. അങ്ങനെയാണെങ്കിൽ വഴികളെല്ലാം ഏകാന്തമായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം തിന്മകൾ പറ്റാത്ത, സ്വന്തത്തെ പിടിച്ചു വെക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കുമെന്ന് ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറയുകയാണ്. അതായത് തിന്മ എന്നുള്ളത് അധിക ആളുകൾക്കും സംഭവിക്കുന്നതാണ്. അപ്പൊ തിന്മ ചെയ്യുന്നവരെല്ലാം നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത തിന്മകളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടിച്ചാൽ ഭൂമിയിൽ ഒരു ജന്തു ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അപ്പോ ഈ ഒരു ദുആ കേട്ടപ്പോൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മനുഷ്യന്റെ അവസ്ഥ, അവന് അബദ്ധങ്ങൾ സംഭവിക്കുന്നവനാണ് എന്നും സ്വന്തത്തെ പിടിച്ചു വെക്കുന്നവർ വളരെയധികം കുറവാണ് എന്നും അദ്ദേഹം പറയുകയാണ്. അടുത്ത റിവായത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദദ്ദീന ഖവിയ്യുൻ. ഈ ദീൻ എന്നുള്ളത് അത് വളരെ ദൃഢമായിട്ടുള്ള, ശക്തമായിട്ടുള്ളതാണ്. വ ഇന്നൽ ഹഖ സഖീലുൻ. ഹഖ് ഭാരമുള്ളതാണ്. വ ഇന്നൽ ഇൻസാന ദഈഫുൻ. മനുഷ്യൻ എന്നുള്ളതോ ദുർബലനുമാണ്. ഈ ദീന് വളരെ ഖവിയായിട്ടുള്ളതും ഹഖ് ഭാരമുള്ള കാര്യവുമാണ്. എന്നാൽ മനുഷ്യനോ ദുർബലമായിട്ടുള്ള കാര്യവുമാണ്. ഇതെല്ലാം ഖുർആനിൽ ദീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതും മനുഷ്യന്റെ സിഫത്തുമാണ്. എന്നിട്ട് പറയാണ്, ഫൽയഖുദ് അഹദുകും മാ യുതീഖ്. ഓരോ മനുഷ്യനും അവന് സാധിക്കുന്ന ആ രീതിയിൽ അവൻ ദീനിനെ കൈകാര്യം ചെയ്യട്ടെ. അഥവാ അവന് സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് ദീനിന്റെ അമലുകളെ വർദ്ധിപ്പിക്കുന്ന അവസ്ഥ അവനുണ്ടാവരുത്. ഫഇന്നൽ അബ്ദ ഇദാ കല്ലഫ നഫ്സഹു. ഒരു മനുഷ്യൻ അവന്റെ സ്വന്തത്തെ നിർബന്ധിച്ച്, അഥവാ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ മുകളിലായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വന്തത്തെ നിർബന്ധിച്ചാൽ മിനൽ അമൽ ഫൗഖ ത്വാഖതിഹ ഖാഫ അലൈഹ അസ്സാമത വത്തർക്. അവന് മടുപ്പ് തോന്നും.
അവന് കുറച്ചു കഴിഞ്ഞാൽ മടുപ്പ് തോന്നും. അങ്ങനെ അവൻ ആ കർമ്മങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ചെന്നപ്പോൾ ഒരു കയറ് കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ രാത്രി നിസ്കരിക്കുന്ന ഒരു സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി കെട്ടിയതാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അഴിച്ചു വെക്കണം, സാധിക്കുന്ന അത്രയുമാണ് ചെയ്യേണ്ടത്. ബുദ്ധിമുട്ടി ചെയ്തു കഴിഞ്ഞാൽ ദീനിൽ മടുപ്പ് തോന്നുന്ന അവസ്ഥയുണ്ടാകും. ഏതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം? കുറച്ചാണെങ്കിലും കുറച്ചാണെങ്കിലും ശരി, എന്തായിരിക്കണം? ദായിമായിട്ട് ചെയ്യുന്നതായിരിക്കണം, സ്ഥിരതയുള്ള കർമ്മങ്ങളായിരിക്കണം. അപ്പൊ ദീന് എന്നുള്ളത് അതിന് കൃത്യമായിട്ട് നമുക്ക് സാധിക്കുന്ന, അതായത് നിർബന്ധ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മേൽ നിർബന്ധമാണ്, അത് ചെയ്യണം. അതല്ലാതെ സുന്നത്തുകൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നിർബന്ധിച്ച് ചെയ്താൽ അത് മടുപ്പിലേക്ക് എത്തിക്കുകയും പിന്നീട് ദീനും കർമ്മങ്ങളും എല്ലാം ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു അദ്ദേഹം പറഞ്ഞൊരു ഹിക്കം, അൽ മറദു സകാത്തുൽ ബദൻ. രോഗം എന്നുള്ളത് ശരീരത്തിന്റെ സകാത്താണ്, ശരീരത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു കാര്യമാണ്. കമാ അന്ന സ്വദഖത സകാത്തുൽ മാൽ. ഏതുപോലെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് സ്വദഖ, അതുപോലെ തന്നെ സകാത്ത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഫകുല്ലു ജിസ്മിൻ ലാ യസ്തകി കമിസ്ലി മാലിൻ ലാ യുസക്ക. ഒരു ശരീരം, ആ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, അവനൊരു രോഗമോ വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത് ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു സമ്പത്തിനെ പോലെയാണ് എന്നുള്ളത്. രോഗത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മുഅ്മിനിന്റെ കാഴ്ചപ്പാടും നിലപാടുമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് ഹദീസുകളിൽ രോഗം എന്താണ് എന്നുള്ളത്. സത്യത്തിൽ ആളുകൾ രോഗത്തെ മനസ്സിലാക്കുന്നിടത്ത്, പ്രത്യേകിച്ച് പൊതുജനങ്ങൾ, കുഫാറുകൾ, ദുനിയാവിന്റെ ആളുകൾ, അവർ രോഗത്തെ കാണുന്നത് അവർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം രോഗം എന്നുള്ളത് അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വലിയൊരു മാർഗമാണ്, അവന്റെ ശരീരത്തെ കൊണ്ട് ചെയ്യുന്ന തിന്മകളെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ്. ആ നിലയിൽ, ആ ഒരു വശത്തിലൂടെ അവൻ ആ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുന്നവനാണ്. നമുക്ക് കാണാം, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗം വന്നിട്ട് ഒരുത്തിന് ബുദ്ധിമുട്ടായിട്ട് അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നിടത്തോളം അവന്റെ രോഗം മാറിക്കഴിഞ്ഞാൽ അവന് പുതിയ മാംസം, ഏറ്റവും നല്ല മാംസവും രക്തവും ശരീരത്തിൽ കൊടുക്കും, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പൊ രോഗം എന്നുള്ളത് ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതൊരിക്കലും നമുക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മൾ ചെയ്ത തിന്മകൾക്ക് പകരമായിട്ടുള്ള ഒരു നന്മയായിട്ട് അതിനെ മനസ്സിലാക്കണം എന്ന് ഈ അസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് അഫ്ദലുൽ അമലി അൽ ഫിക്റതു വൽ വറ. ഏറ്റവും കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കലാണ്, തഫക്കുർ ഉണ്ടാവലാണ്. അതുപോലെ തന്നെ വറ, ദുനിയാവിൽ ശുഭത്തുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന, ദുനിയാവിനോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏറ്റവും നല്ല അമൽ എന്നുള്ളത്. തഫക്കുർ ഉണ്ടാവുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം സലഫുകൾ അബൂദർദാ റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞത് കാണാം, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന 1 മണിക്കൂർ നിന്ന് നിസ്കരിക്കുക, അതിനേക്കാൾ ഉത്തമമാണ് ഒരു മണിക്കൂർ ഉറ്റാലോചിക്കുന്നത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുന്നത്. കാരണം അത് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഉമ്മു ദർദാ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂദർദാ റളിയല്ലാഹുവിന്റെ ഏറ്റവും നല്ല കർമ്മം എന്തായിരുന്നു? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? തഫക്കുറാണ്, ഉറ്റാലോചിക്കുമായിരുന്നു. ഖുർആനിനെയും ഹദീസിനെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രവും ദീനിനെ കുറിച്ചും അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫത്തുകളെ കുറിച്ചും ഉറ്റാലോചിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വറഅാണ്, ശുഭത്തുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന, ദുനിയാവിനോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ. ഈ 2 കാര്യങ്ങൾ ഒരാളിനുണ്ടോ? എന്നിട്ട് പറയാണ് ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ, ഫമൻ കാനത് ഹയാതുഹു കദാലിക്. ആരുടെ ജീവിതത്തിലാണോ ഈ 2 കാര്യങ്ങൾ ഉള്ളത്, ഒരു കാര്യത്തെ കുറിച്ച് ഉറ്റാലോചിക്കുന്നതും, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയങ്ങൾ, അത് ഉറ്റാലോചിക്കുന്നതും അതുപോലെ തന്നെ ദുനിയാവിനോട് വിരക്തിയായിട്ട് വറഉണ്ടാവുകയും ചെയ്താൽ നജ, അവൻ വിജയിച്ചു. വഇല്ലാ ഫൽയഹ്തസിബ് ഹയാത. ഇല്ല എങ്കിൽ അവന്റെ ജീവിതത്തെ അവർ ഒന്നുകൂടി പരിശോധിക്കട്ടെ എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്. തഫക്കുർ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിഫ്താഹു ദാരിസ് സആദ എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇന്ന് 3 വോള്യങ്ങളായിട്ട് കിതാബുണ്ട്. അതിൽ 1ാമത്തെ വോള്യത്തിന്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം തഫക്കുറിനെ പറ്റിയിട്ടാണ് അവസാനത്തെ ബാബുകൾ ചർച്ച ചെയ്യുന്നത്.
ആ തഫക്കുറിന്റെ ബാബ് കഴിഞ്ഞ് മൂന്നാമത്തെ വോളിയം, ഇന്ന് പ്രിന്റ് ചെയ്യുന്ന മൂന്നാമത്തെ വോളിയത്തിന്റെ പകുതിയോളം പിന്നെ ചർച്ച ആകാശഭൂമികൾക്കിടയിലെ ഓരോന്നിനെയും ഉറ്റാലോചിക്കുന്ന രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് അതിൽ ആനയുടെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ട്, ജിറാഫിനെ പറ്റി പറയുന്നുണ്ട്, ഒരു ഇല സൃഷ്ടിച്ചതിനെ പറ്റി പറയുന്നുണ്ട്, ആനയുടെ തുമ്പിക്കൈയുടെ മാത്രം പ്രത്യേകത പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ജീവികളെയും എടുത്തെടുത്ത് പറഞ്ഞ് അതിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉറ്റാലോചിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ഖുർആനിനെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെയും എല്ലാം ഉറ്റാലോചിക്കുന്നത് മഹത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർ വിജയിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റൊരു അസർ, അൽ ഫിക്റതു മിർആതു തുരീക ഹസനതക മിൻ സയ്യിഅതിക. ഇനി ഫിക്റത്ത് തഫക്കുർ ചെയ്യുക എന്നുള്ളത്, സ്വന്തത്തെ കുറിച്ച് തഫക്കുർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നന്മകളെയും തിന്മകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കുന്നതാണ്. വമൻ ഇഅ്തമദ അലൈഹ അഫ്ലഹ. ആരാണോ അത് ചെയ്യുന്നത്, സ്വന്തത്തെ കുറിച്ച് തഫക്കുർ ഉണ്ടാകുന്നത്, അവൻ വിജയിച്ചു. വമൻ അഗ്ഫലഹ ഇഫ്തുദിഹ. ആരാണോ അതിനെക്കുറിച്ച് അശ്രദ്ധമാകുന്നത്, അവൻ അബദ്ധത്തിൽ ചാടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ സ്വന്തം ന്യൂനതകളും സ്വന്തം ജീവിതവും അത് ഉറ്റാലോചിക്കുക എന്നുള്ളത്. നമ്മൾ എന്താണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ, നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ദീനിന്റെ അവസ്ഥ, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ, നമ്മുടെ അമലു സാലിഹാത്തിന്റെ അവസ്ഥ അതെന്താണ് എന്ന് സ്വന്തത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ നന്മകളെയും തിന്മകളെയും വേർതിരിച്ച് മനസ്സിലാക്കാനും എന്താണ് നമ്മൾ അപകടത്തിലേക്ക് പോകുന്ന മാർഗമെന്നറിയാനും നന്മയിൽ മുന്നേറാനും സാധിക്കും. അതല്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ഗഫലത്തിലായിരിക്കും. നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവും, രാവിലെ ആകുന്നുണ്ടാവും, രാത്രി ആകുന്നുണ്ടാവും, നമ്മൾ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിൽ എന്തൊക്കെയാണ് തിന്മകളായി പോയിട്ടുള്ളത്, നന്മകളിൽ എന്തെല്ലാമാണ് ഇഖ്ലാസ് ഉള്ളത്, ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല. അത് നമ്മൾ വലിയ അശ്രദ്ധമായ നഷ്ടത്തിലേക്ക് എത്തിക്കും. അപ്പൊ തഫക്കുർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരിക്കൽ ഒരു വ്യക്തി ഹസൻ ബസീർ റഹിമഹുള്ളയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ അബാ സഈദ് കുൻത ഹദ്ദസ്തനി ബിഹദീസിൻ ഫനസീതുഹു. അബൂ സഈദ് എന്നുള്ളത് ഹസൻ ബസീർ റഹിമഹുള്ളയുടെ കുഞ്ഞേത്താണ്. ഇദ്ദേഹം വന്ന് പറഞ്ഞു, നിങ്ങളൊരു ഹദീസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹദീസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഹദീസ് ഞാൻ മറന്നുപോയി, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഹസൻ ബസീർ റഹിമഹുള്ള തിരിച്ചു പറഞ്ഞു, ലൗലാ അന്നിസ്യാനു ലകസുറൽ ഫുഖഹാ. മറവിയില്ലായിരുന്നുവെങ്കിൽ ഫുഖഹാക്കൾ അധികരിക്കുമായിരുന്നു. മറവില്ല എങ്കിൽ എന്താകുമായിരുന്നു? ഇൽമുള്ള ആളുകൾ, ഫഖീഹുകൾ ഒരുപാട് ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മറക്കുക എന്നുള്ളത് എന്താണ്? മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ ഒരു തരത്തിൽ അത് വലിയൊരു നിഅമത്താണ്, വലിയൊരു നിഅമത്താണ്. നമുക്ക് ബാധിച്ച ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും എല്ലാം മറക്കാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ ഇൽമും അതുപോലെയുള്ള കാര്യങ്ങൾ മറക്കുന്നതിനെ കുറിച്ചിട്ടല്ല, അല്ലാത്ത മറവി എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. അപ്പൊ ഇത് മറവി എന്നുള്ളത് അത് മുറാജിഅ ചെയ്ത്, ഇപ്പൊ ഇൽമിന്റെ വിഷയത്തിലാണ് ഇത് പറയുന്നത്, നമ്മുടെ ഹദീസുകളാവട്ടെ ഹിഫ്ളാവട്ടെ ഇൽമാവട്ടെ അത് മുറാജിഅ ചെയ്ത് തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രമാണ് അത് നിലനിൽക്കുകയുള്ളൂ. മറവി എന്നുള്ളത് പ്രകൃതിയാ ഉണ്ടാകും. മറവി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും എന്തായി, ഒരു വട്ടം കേട്ടു, നമ്മളൊരു കാര്യം കേട്ടു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു വിചാരിക്കുക, അത് നമ്മുടെ ഓർമ്മയിലാണ്ട് ഹിഫ്ളായ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ആരായിട്ടുണ്ടാകും? എത്ര വലിയ പണ്ഡിതന്മാരായിട്ടുണ്ടാകും? പക്ഷെ മറവി എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ ഇൽമ് മുറാജിഅ ചെയ്തുകൊണ്ടേ ഇരിക്കണം. وقال അബാൻ എന്ന് പറഞ്ഞാൽ അബാൻ ഇബ്നു യസീദ് അൽ-അത്താർ അൽ-ഹാഫിദ് അൽ-ഇമാം അബൂ സഈദ് അൽ-ബസ്രി, അദ്ദേഹം ബസ്രയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ദഖൽതു അലൽ ഹസനി അൽ-മസ്ജിദ. ഞാൻ ഒരു ദിവസം മസ്ജിദിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മസ്ജിദിലേക്ക് പ്രവേശിച്ചു. ഫഖുൽതു എന്ന് ഞാൻ ചോദിച്ചു, ഹൽ സല്ലൈത റഹിമകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ, നിങ്ങൾ നിസ്കരിച്ചു ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഖുൽതു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഇന്ന അഹ്ല സൂഖി ഖദ് സല്ലു. അങ്ങാടിയിലുള്ളവരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അങ്ങാടിയിലുള്ളവരൊക്കെ അവിടെ കച്ചവടക്കാരും ബാക്കിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ നിസ്കരിക്കാത്ത എന്ന് എനിക്ക് ചോദിച്ചു. അപ്പൊ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് തിരിച്ചു ചോദിച്ചു, വമൻ യഖുദു അൻ അഹ്ലി സൂഖി ദീനഹു. ആരാണ് കച്ചവടക്കാരെന്ന് ദീനെടുക്കുക? ആരാണ് അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ദീനെടുക്കുക? ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് പറയാണ്, ഇന്ന ഫഖത് സിൽഅതുഹും അഖറു അസ്സലാ. കച്ചവടക്കാരുടെ അവസ്ഥ എന്താണ്? അവർക്ക് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവർ നിസ്കാരം കുറച്ച് വൈകിപ്പിക്കും, കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാന്നുള്ള നിലയ്ക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ അങ്ങാടിയിലെ ജമാഅത്തിനെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അങ്ങാടിയിൽ ജമാഅത്തായിട്ട് നിസ്കാരം, മസ്ജിദിൽ കുറച്ച് അപ്പുറത്ത് വേറെ നിസ്കാരം. അപ്പൊ ഇവിടെ നിസ്കരിച്ചിട്ടില്ല, അവിടെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പറയാണ്, കച്ചവടക്കാരുടെ അവസ്ഥ അവർക്ക് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന സമയമാണെങ്കിൽ
അവരെന്ത് ചെയ്യും? അവര് കുറച്ച് നിസ്കാരം കുറച്ച് വൈകിപ്പിച്ചിട്ട് നിസ്കരിക്കും. എന്നിട്ട് പറയാണ് വൈൻ കസദത് ഖദ്ദമുഹ, നീ കച്ചവടം കുറവാണെങ്കിലോ, കച്ചവടം തിരക്കൊന്നുമില്ലെങ്കിൽ അവർ നേരത്തെ നിസ്കരിക്കും ചെയ്യും എന്ന് പറയുക. അതായത് ഇൽമ എടുക്കുമ്പോൾ അതിന്റെ രീതിയും ആളുകളുടെ അവസ്ഥയും ആളുകൾ നിസ്കാരത്തിനും ദീനിന്റെ കാര്യങ്ങൾക്കും കൊടുക്കുന്ന പ്രാധാന്യത്തെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമുക്ക് നിസ്കാരം അത് എത്ര വലുതാണ്, എത്ര പ്രാധാന്യമുള്ളതാണ്, ദുനിയാവിന്റെ മറ്റുള്ള വിഷയങ്ങൾ അത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്നെല്ലാം ചിന്തിക്കാൻ പറ്റുന്ന ഒരു അസറാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു അസർ, ഇഹ്ദർ സലാസതൻ ലാ തുമക്കിനു ശൈത്താന ഫീഹാ മിൻ നഫ്സിക്. 3 കാര്യങ്ങളെ നീ സൂക്ഷിക്കുക. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുകയാണ്, 3 കാര്യങ്ങളെ നീ സൂക്ഷിക്കുക. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിശാചിന് നിന്റെ മേലെയുള്ള ഒരു അധികാരം കുറഞ്ഞു കിട്ടും. അഥവാ പിശാച് നിന്റെ മേലെ ഏറ്റവും അധികാരം ചെലുത്തുന്ന അല്ലെങ്കിൽ വളരെയധികം അപകടത്തിലേക്ക് എത്തിക്കുന്ന 3 കാര്യങ്ങളാണത്. ഒന്നാമത്തേത് പറഞ്ഞു, ലാ തഖ്ലുവന്ന ബിംറഅത്തിൻ വലൗ ഖുൽത ഉഅല്ലിമുഹാ അൽ ഖുർആൻ. നീ ഒരു സ്ത്രീയുമായിട്ട് ഒറ്റക്കാവരുത്. നീ അവൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണുമായിട്ട് ഒറ്റക്കാവുന്ന അവസ്ഥ നിനക്കുണ്ടാവരുത്. നമുക്കറിയാം, വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണത്. ഒരു ആണും പെണ്ണും, ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാവുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതൊരു സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരിക്കലും ഇനി ഖുർആൻ പഠിപ്പിക്കാനാവട്ടെ, നന്മക്കാവട്ടെ, ചില ആളുകൾ ചോദിക്കും ദഅവത്തിന് വേണ്ടി, ചില ഇന്നത്തെ മിക്സ്ഡ് കോളേജുകൾ പഠിക്കുന്ന കുറച്ച് ദീനുമായി ബന്ധമുള്ള ആളുകൾ പറയുന്ന ഒരു വാക്കാണ്, ഒരു പെൺകുട്ടിക്ക് ദഅവത്തിന് വേണ്ടി സംസാരിച്ചൂടെ, അതിനുവേണ്ടി ഇതാക്കിയൂടെ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ പോലും ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വലാ തദ്ഖുൽ അല സുൽത്താൻ വലൗ ഖുൽത അമുറുഹു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ. നീ സുൽത്താനിന്റെ അടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോകരുത്. അത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ് എന്ന നിലക്കാണെങ്കിലും. അതായത് ഭരണാധികാരിയുമായിട്ട് ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നുള്ള നിലക്ക് പോയി കഴിഞ്ഞാൽ സലഫുകളെല്ലാം താക്കീത് ചെയ്യാറുള്ള കാര്യമാണ്. മറ്റു ചില സലഫുകൾ പറഞ്ഞ കാണാം, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ പോലും ഭരണാധികാരിയുടെ അടുക്കൽ നീ പോകരുത്. കാരണം ഭരണാധികാരി എന്ത് ചെയ്യും? അവന്റെ സമ്പത്ത് നൽകിയിട്ട് ഒരു ആലിമിന്റെ അവസ്ഥ എന്താക്കും? അവരെ കീഴിലാക്കി കളയും. അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പിന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോകും. അതുകൊണ്ട് തന്നെ ഭരണാധികാരിയുടെ അടുക്കൽ നന്മ കൽപ്പിക്കാനാണ് തിന്മ വിരോധിക്കാനാണ് എന്ന നിലക്ക് പോലും നീ ഭരണാധികാരി നൽകുന്ന കാര്യങ്ങൾ വാങ്ങാൻ ആ രീതിയിൽ നീ പോകരുത് എന്ന് പറഞ്ഞു. കാരണം പിശാച് അവനെ പിന്നെ തെറ്റായ ഭരണാധികാരിക്ക് വേണ്ടി ഹക്ക് മൂടി വെക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേക്കാം. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, വലാ തജ്ലിസ് ഇലാ സാഹിബി ബിദ്അ. ഒരു ബിദ്അത്തിന്റെ ആളുടെ അടുക്കൽ നീ പോയിരിക്കരുത്. ബിദ്അത്തിന്റെ ആളുടെ അടുക്കൽ നീ ഇരിക്കരുത്. ഫഇന്നഹു യുംറിലു ഖൽബക, അത് നിന്റെ ഖൽബിൽ രോഗമുണ്ടാക്കും. വയുഫ്സിദ അലൈക ദീനക, അത് നിന്റെ ദീനിനെ കുഴപ്പത്തിലാക്കുകയും ചെയ്യും. ഇവിടെ ഈ തജ്ലിസ് എന്നുള്ളത് പണ്ടുകാലത്ത് സലഫുകൾ ഈ ജലസ, ഒരാളുടെ അടുത്ത് പോയി ഇരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് തുലാബുകൾ, ഹദീസിന്റെ ആളുകൾക്കിടയിൽ പറയുന്നത് എന്തിനാണെന്ന് അറിയോ? ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇരുന്നു, ഇന്ന ആളുടെ അടുത്ത് പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അയാളുടെ അടുത്ത് നിന്ന് ഞാൻ ഹദീസ് പഠിച്ചു, അയാളുടെ അടുത്ത് ഇന്നെ ഞാൻ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത് കേട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ബിദ്അത്തുകാരന്റെ അടുക്കൽ അവനുമായിട്ട് സഹവസിക്കരുത്, അവന്റെ അടുക്കൽ നിന്ന് ഇൽമു നേടുകയും ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തുല്ലാബുകൾ, ബിദ്അത്തുകാരനാണെങ്കിൽ അവന്റെ അടുക്കൽ എത്ര വലിയ ഇൽമുണ്ടെങ്കിലും നമ്മൾ അത് നേടാൻ പോകരുത്. അത് വലിയ അപകടം നിൽക്കും. അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ ഇൽമ അവന്റെ കയ്യിൽ ഉണ്ട് വിചാരിക്കാം. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. കൂടുതൽ നമുക്ക് സലഫുകൾ അസറുകൾ പഠിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുക. അവന്റെ അടുക്കൽ വലിയ ഇൽമുണ്ട് വിചാരിക്കുക. ആ ഇൽമ നേടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ അഖീദയിലും മൻഹജിലും പഴച്ചവനാണെന്ന് വിചാരിക്കുക. പിന്നെന്തായി? അവൻ നമ്മുടെ ഒരു ഉസ്താദ് എന്നുള്ള സ്ഥാനത്ത് അവൻ എത്തി. ഒരു ഉസ്താദ് എന്ന സ്ഥാനത്തായിരിക്കും. പിന്നീട് നാം എത്ര നമ്മൾ മൻഹജിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചാലും അയാളോട് നമുക്ക് എന്തുണ്ടാകും? ഒരു ബാധ്യതയുള്ള പോലെ ഉണ്ടാവും. അയാൾക്ക് നമ്മുടെ മേലെ ഒരു അധികാരമുള്ള പോലെയായിരിക്കും. ചിലപ്പോ ഇൽമു കുറഞ്ഞാലും മൻഹജിന്റെ പേരിൽ നമുക്ക് ഒരു ഇജ്ജത്ത് ഉണ്ടാവും. ആ ബിദ്അത്തുകാരന്റെ അടുത്ത് ഇൽമു നേടി എന്നുള്ള ആ ഒരു നാണക്കേട് അത് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇൽമു ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇൽമിനോട് താല്പര്യമുള്ള ആളുകൾക്ക് തുടക്കകാലത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. കാരണം വേറെ ഇൽമുള്ള ആളുകളെ കാണുമ്പോൾ വിദ്യാർത്ഥിയാണെങ്കിലും അയാളുടെ അടുത്ത് നിന്ന് പഠിക്കാം, ഇന്ന ഇൽമല്ല പഠിക്കുന്നത്, ചിലപ്പോൾ ഖുർആൻ ഓതാനാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. പക്ഷെ അത് അപകടമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാരമായിട്ട് നമ്മുടെ ഖൽബിൽ നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ബിദ്അത്ത് എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും വെറുക്കുന്ന കൂട്ടരാണ്. അവർ എത്ര ബാക്കിയുള്ള കാര്യത്തിൽ അവർ ബാഹ്യമായി തഖ്വയിൽ മുന്നിട്ടാലും ഇൽമിൽ മുന്നിട്ടാലും അത് ബിദ്അത്തുകാരനാണെങ്കിൽ അത് കുഴപ്പം തന്നെയാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളുമായിട്ടുള്ള സഹവാസം നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ,
ഒരു സ്ത്രീയുമായിട്ട് ഒറ്റയ്ക്കാവരുത്. ഖുർആൻ പഠിപ്പിക്കാനാണെങ്കിലും ഭരണാധികാരിയുടെ അടുക്കൽ, നമ്മുടെ ഇന്ന് കാലത്ത് നമുക്കത് അത്ര മനസ്സിലാവില്ല, അന്നത്തെ കാലത്ത് അടുക്കൽ ചെല്ലരുത്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും എന്ന് പറഞ്ഞാൽ പോലും മൂന്നാമത്തേത് ഒരു ബിദ്അത്തുകാരന്റെ അടുക്കൽ നിന്ന് ഇൽമു നേടുന്ന, അവനുമായി സഹവസിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അടുത്തൊരു അസറിൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, തഫഖദിൽ ഹലാവത ഫീ സലാസ്, 3 കാര്യങ്ങൾ, ആ 3 കാര്യത്തിൽ ഹലാവത്ത്, ഈമാനിന്റെ ആ ഒരു ആസ്വാദനം, ആ ഒരു മാധുര്യം കണ്ടെത്തുക. ഫിസ്വല, ഒന്ന് നിസ്കാരത്തിലാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൽ ഈമാനിന്റെ മാധുര്യമുണ്ടോ എന്ന് നോക്കണം. വൽ ഖിറാഅ, രണ്ടാമത്തേത് ഖുർആൻ പാരായണത്തിലാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈമാനിന്റെ മാധുര്യമുണ്ടോ എന്ന് നോക്കണം. മൂന്നാമത്തേത് ദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുമ്പോൾ ഈമാനിന്റെ മാധുര്യമുണ്ടോ എന്ന് നോക്കണം. ഈ 3 സന്ദർഭങ്ങൾ, ഇത് മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ 3 സന്ദർഭങ്ങൾ വളരെയധികം വിലപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഒരടിമയ്ക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തയും ദിക്റും എല്ലാം ഏറ്റവും അല്ലാഹുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നറിയിക്കുന്ന, അവന്റെ ഈമാനിന് ആസ്വാദനം ലഭിക്കുന്ന 3 സന്ദർഭങ്ങളാണ്. 1 നിസ്കാരം, 2 ഖുർആൻ പാരായണം, 3 ദിക്ർ എന്നുള്ളത്. എന്നിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫൈൻ വജദ്ത ദാലിക്, ഈ സന്ദർഭങ്ങളിൽ നിനക്ക് ഈമാനിന്റെ മാധുര്യം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഫംദി വഅബ്ശിർ, നീ സന്തോഷിച്ചു കൊള്ളുക. വഇല്ല, അതല്ല എങ്കിൽ ഫഅലം അന്ന ബാബക മുഗ്ലഖുൻ, നീ മനസ്സിലാക്കുക നിന്റെ കഥക് അഥവാ അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള നിന്റെ മാർഗം അത് അടക്കപ്പെട്ടിട്ടുണ്ട്, അത് അടച്ച അവസ്ഥയിലാണ്. ഫആലിജ് ഫത്ഹു, അത് തുറക്കാനുള്ള പണി നീ എടുത്തുകൊള്ളുക, അത് തുറക്കാനുള്ള പരിശ്രമം നിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊള്ളുക. ഇന്ന് കാലത്ത് സഹോദരങ്ങളെ, ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് പറയും. ഇന്ന് കാലത്ത് വളരെയധികം അപകടം നിറഞ്ഞൊരു കാര്യമാണ് മെറ്റീരിയലിസ്റ്റിക് പറഞ്ഞാല് ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുക എന്നുള്ളത്. ഇന്ന് കാലത്ത് കുഫാറുകളുടെയും ദുനിയാവിന്റെ ആളുകളുടെ അവസ്ഥ എന്താ? അവർക്ക് പണത്തിന്റെ പിന്നിൽ ഒരു വീട്, അല്ലെങ്കിൽ നല്ല ഇണകൾ, അവരുടെ വാഹനം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തൊക്കെ വസ്തുക്കളാണോ, ഇത് എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതാണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്നുള്ളതിലാണ് അവർ ജീവിക്കുന്നത്. അതാണ് മെറ്റീരിയൽ, വസ്തുക്കളിലാണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്നുള്ളത്. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആസ്വാദനം എന്തിലാണ്? അവന്റെ ഖൽബിലാണ്, അവന്റെ ഖൽബിലാണ്. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത്. ജയിലിലടക്കാൻ പോകുമ്പോൾ എന്റെ സ്വർഗ്ഗം എന്റെ ഖൽബിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലാണ്. ഞാൻ എവിടെ ആയാലും എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് എവിടെയായാലും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള ജീവിതം മാത്രമല്ല അവനുള്ളത്, അവന്റെ ഖൽബും അവന്റെ റൂഹും, അതിന്റെ അവസ്ഥ അവൻ എപ്പോഴും പരിഗണിക്കണം. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭൂമിയിൽ നിന്നുള്ള മണ്ണ് കൊണ്ട്. ആ മണ്ണ്, ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഭൂമിയിലാണ്. ശരീരത്തിന് നല്ല ആരോഗ്യം വേണം, അതിന്റെ വസ്തുക്കൾ ഭൂമിയിൽ നിന്നാണ് ലഭിക്കുക, അതിന്റെ ഭക്ഷണമാവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് റൂഹാണ്, അത് ആകാശ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിന്റെ എന്താണെന്നും കൃത്യമായി അറിവില്ല. അതിനാവശ്യമായ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുള്ളൂ? വഹീന്റെ അടിസ്ഥാനത്തിലേ ലഭിക്കുകയുള്ളൂ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. അതിന്റെ ആസ്വാദനമാണ് ശരീരത്തിന്റെ എന്തെല്ലാം ആസ്വാദനത്തേക്കാളും വലുതായിട്ടുള്ളത്. അപ്പൊ ഈ ഈമാന്റെ മാധുര്യം നമ്മുടെ ഇബാദത്തുകൾ, ഈ മെറ്റീരിയലിസ്റ്റിക് എന്നുള്ളത് ദീനിൽ കടന്നുകൂടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ മനസ്സിലാക്കുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള നിസ്കാരത്തിന്റെ ഈ ആക്ഷൻസ് മാത്രം, ഫിഖ് മാത്രം, അല്ലെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പട്ടിണി കിടക്കലാണ് എന്ന് മാത്രം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം അത് മാത്രമാണ് എന്നുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഖൽബിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു ആസ്വാദനമുണ്ട്. അത് നമ്മുടെ റൂഹ് അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. നമ്മൾ മാനസികമായിട്ട് വളരെയധികം ടെൻഷൻ അടിക്കുന്ന സന്ദർഭമാണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആനിന്റെ ഓരോ ആയത്തുകളിലൂടെ നമ്മുടെ ഖൽബിനെ, നമ്മളെ ഖൽബ് കൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിന് അനുഭവിക്കുന്ന ഒരു ആസ്വാദനവും സമാധാനവും ഉണ്ട്. അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക തന്നെ വേണം. നമ്മുടെ ദീനിൽ നമ്മൾ അത് പരിശോധിക്കുക തന്നെ വേണം. അപ്പൊ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക: നിസ്കാരം, ഖുർആൻ പാരായണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ. അതില്ല എങ്കിൽ സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം, അള്ളാഹുവായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അത് തുറക്കാനുള്ള പണി നമ്മൾ എടുക്കണം. മറ്റൊരു അഥർ, ലൗലാ സലാസത്തുൻ മാ തഅബനു ആദമ റഅസഹു. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ അവന്റെ തല താഴ്ത്തുമായിരുന്നില്ല, അഹങ്കാരം കൊണ്ട് അവന്റെ തല താഴ്ത്തുമായിരുന്നില്ല. ഒന്ന്, അൽ മൗത്ത്, മരണം.
2 അൽ മറദ് രോഗം, 3 അൽ ഫഖർ ദാരിദ്ര്യം. വഇന്നഹു ബഅദ ദാലിക ലവസ്സാബ് ബാക്കിയുള്ളതെല്ലാം നേട്ടങ്ങളാണ്, ബാക്കിയുള്ളതൊക്കെ നേട്ടങ്ങളായിരിക്കും. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹിക്മാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 3 കാര്യങ്ങൾക്ക് മുമ്പിൽ ഏത് മനുഷ്യനെന്ത് ചെയ്യും? തലഴ്ത്തും. ഏത് മനുഷ്യനും തന്റെ നിസ്സാരത ബോധ്യപ്പെടുന്ന 3 സന്ദർഭങ്ങളാണിത്. ഒന്ന് മരണം. ഒരാൾ എത്ര വലിയ പദവി ഉണ്ട് വിചാരിക്കുക, എത്ര വലിയ സ്ഥാനത്താണ്, സമ്പത്താണ് വിചാരിക്കുക. നിങ്ങൾ അയാളടുത്ത് പോയിട്ട് ഒരു അരമണിക്കൂർ മരണത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കി, അയാളുടെ അഹങ്കാരം പിന്നെ ഉണ്ടാവില്ല. അയാളുടെ ഉള്ളിൽ അയാൾ എത്ര മറച്ചു വെച്ചാലും അയാളുടെ ഉള്ളിൽ ആ ഭയം അവിടെ ഉണ്ടാകും. രണ്ടാമത്തെ രോഗം, ഏത് അവസ്ഥയിൽ അഹങ്കരിക്കുന്ന ആൾ രോഗം വന്നാൽ എന്താണ്? അവൻ ദുർബലനാണ്. എത്ര വലിയ ശക്തിയുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ പണമുള്ള ആണെങ്കിലും ഒരു 4 വട്ടം വയറ്റുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് നേരെ നിൽക്കാൻ കൂടി വയ്ക്കൂല. അത്രയും ദുർബലനായിരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ രോഗം ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കും. മൂന്നാമത്തേത് ഫഖർ ദാരിദ്ര്യമാണ്. ഒരുത്തന്റെ സമ്പത്തോ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളോ അവന്റെ നിയന്ത്രണത്തിലല്ല. അപ്പൊ അവന് ദാരിദ്ര്യം ബാധിച്ചാൽ അത് അവനെ വിനയാന്വിതനാക്കും. അതായത് അവന് കീഴൊതുങ്ങേണ്ട അവസ്ഥയല്ലാതെ ഒന്നും ഉണ്ടാവില്ല, അവനെ അഹങ്കരിക്കാൻ പറ്റൂല, കാരണം അവന്റെ ഒരു സമ്പത്ത് ഉണ്ടാവില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യന് വളരെ വിനയാന്വിതനാകുന്ന, അവന്റെ അഹങ്കാരം ഇല്ലാതാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പല സ്വഹാബാക്കളും മുൻഗാമികൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം, ജനങ്ങൾ വെറുക്കുന്ന 3 കാര്യം എനിക്കിഷ്ടമാണ്. ജനങ്ങൾ വെറുക്കുന്ന 3 കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. ഒന്നെന്താണ്? മരണമാണ്. 2 രോഗമാണ്. 3 ഫഖറാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള കാരണം? ഒന്നാമത്തെ പറഞ്ഞു, മരണം അതെന്റെ റബ്ബിലേക്കുള്ള മടക്കമാണ്, എന്റെ അള്ളാഹുവിലേക്ക്, എന്റെ റബ്ബിലേക്കുള്ള എന്റെ മടക്കമാണ്, അതുകൊണ്ട് എനിക്ക് അതിനെ ഇഷ്ടമാണ്. 2 രോഗം എന്നുള്ളത് എന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ്, അതുകൊണ്ട് എനിക്ക് അതിനെ ഇഷ്ടമാണ്. 3 ദാരിദ്ര്യം, അത് അള്ളാഹുവിന് മുമ്പിൽ എനിക്ക് വിനയം ഉണ്ടാക്കി തരും, അതുകൊണ്ട് അതിനെയും എനിക്ക് ഇഷ്ടമാണ് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞത് കാണാം. അവരുടെ ഫിഖ്ഹും അവരുടെ ഈമാനിന്റെയും അവസ്ഥയിൽ അവർ പറഞ്ഞ വാക്കുകളാണ്. മറ്റൊരു അസർ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന വല്ലാഹി മാ ഖുലിഖനാ ലിൽ ഫനാ, തീർച്ചയായിട്ടും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇല്ലാതായി പോകാൻ വേണ്ടിയിട്ടല്ല, തീർന്നു പോകാൻ വേണ്ടിയിട്ടല്ല. വലാകിന്നാ ഖുലിഖനാ ലിൽ ബഖാ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊന്നും നിലനിൽക്കാൻ അവസ്ഥയില്ല, നിലനിൽപ്പുള്ള ജീവിതത്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വഇന്നമാ നുൻഖലു മിൻ ദാരിൻ ഇലാ ദാരിൻ, നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റുന്നു എന്ന് മാത്രം. സത്യത്തിൽ മനുഷ്യന് അവന് അവസാനമില്ലാത്ത ജീവിതമാണ്. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞൊരു സമയമാണ്. മരണത്തിന് ശേഷം മരണം എന്നുള്ളത് കേവലം ദുനിയാവിന്നും പോയി എന്നുള്ളതേ ഉള്ളൂ. അവനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവൻ അടുത്ത ലോകത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം സ്വർഗവും നരകവും എന്നുള്ള നിലക്ക് ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് മനുഷ്യനുള്ളത്. ഇത് ചിന്തിക്കണം. മരണം എന്നുള്ളത് അവസാനമാണ് എന്നുള്ള നിലക്കല്ല, നമ്മള് സ്ഥിരമായി കാലാകാലം ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് പരലോകത്ത്. ഒരു ബൈത്ത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്, അബുൽ അലാഇൽ മഅരിയു ഫഖാല, അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ ചില ബൈത്തുകൾ, ഖുലിഖൻ നാസു ലിൽ ബഖായി ഫളല്ലത് ഉമ്മത്തുൻ യഹ്സബൂനഹും ലിന്നഫാദ്, ജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ആളുകൾ വിചാരിച്ചു പോയി അവർ നശിച്ചു പോകുന്നു. ഇന്നമാ യുൻഖലൂന മിൻ ദാരി അഅമാലിൻ ഇലാ ദാരി ശിഖ്വത്തിൻ ഔ റശാദിൻ, കർമ്മങ്ങളുടെ ഭവനത്തിൽ നിന്ന് പ്രതീക്ഷയുള്ള നേരായ ശരിക്കുള്ള ഭവനത്തിലേക്ക് അവർ മാറ്റപ്പെടുന്നു എന്ന് മാത്രം. അപ്പൊ സ്വന്തത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് സഅ ഫീ ഹദ്മിൽ ഇസ്ലാം, ആരാണോ ഒരു ബിദ്അത്തുകാരന് ഒരു ഗാംഭീര്യം നൽകുന്നത്, ബിദ്അത്തുകാരന് ഒരു വില നൽകുന്നത്, അവൻ ഇസ്ലാമിനെ തകർത്തിരിക്കുന്നു. അവൻ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തകർക്കുന്നതാണ്. ഒരു ബിദ്അത്തുകാരൻ, പ്രത്യേകിച്ചും അഖീദയിലും മൻഹജിലും പിഴച്ചു പോയിട്ടുള്ള ഷിർക്കിന്റെയും കുഫ്രിന്റെയും വക്താക്കളായിട്ടുള്ള ഏറ്റവും ബിദ്അത്തായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് മഹത്തുണ്ടെങ്കിലും, അവരുടെ എന്ത് മഹത്തുണ്ടെങ്കിലും അവർക്കൊരു ഗാംഭീര്യം കൊടുക്കുന്ന അവസ്ഥ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവനെ പറ്റി പറഞ്ഞ എന്താണ്? അവൻ ഇസ്ലാമിനെ തകർക്കാൻ നടക്കുന്ന ഒരുത്തരം പോലെയാണ് എന്നാണ്. കാരണം ബിദ്അത്ത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്, അത്ര അപകടം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ബിദ്അത്തുകാരുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകാൻ പാടില്ല, അവരെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അടുത്ത ഒരു അസർ ഹസൻ ബസീർ റഹിമഹുല്ലാഹ്
പറഞ്ഞു കാണാം, ഇഹ്ദറു അൽ ആബിദൽ ജാഹില വൽ ആലിമൽ ഫാസിഖ ഫഇന്ന ഫീഹിമാ ഫിത്നതൻ ലികുല്ലി മഫ്തൂൻ. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക ജാഹിലായ ആബിദിനെ, അറിവില്ലാതെ കർമ്മങ്ങളിൽ മുഴുകുന്ന ഒരു ആബിദിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ തെമ്മാടിയായിട്ടുള്ള ആലിമിനെയും സൂക്ഷിക്കുക. ഇൽമുണ്ട് പക്ഷെ അവൻ തെമ്മാടിയാണ്, അവൻ അള്ളാഹിനെ സൂക്ഷിക്കുന്നവനല്ല. അങ്ങനെയുള്ള ഈ രണ്ടാളുകളെ സൂക്ഷിക്കുക. ഈ രണ്ടും വലിയൊരു അപകടം നിറഞ്ഞ കാര്യമാണ്. കാരണം ആബിദാണെങ്കിൽ അവൻ എന്തുണ്ടായിരിക്കണം? ഇൽമുണ്ടായിരിക്കണം. അവൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഇൽമ അവനുണ്ടായിരിക്കണം. ആലിമാണെങ്കിൽ ആ ഇൽമിനെ നിലനിർത്തുന്ന, അതിനെ അർത്ഥവത്താക്കുന്ന അമൽ അവന്റെ ജീവിതത്തിൽ തെളിഞ്ഞിരിക്കണം. ഒരുത്തൻ ആബിദാണ്, ദീനിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, ജഹല് മാത്രമേ ഉള്ളൂ, അവന്റെ അമല് കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകണ്ട. ഒരുത്തൻ ആലിമാണ്, അവന്റെ ഇൽമു ഭയങ്കരമാണ്, പക്ഷെ അവൻ ജീവിതത്തിൽ തെമ്മാടിയാണെങ്കിൽ ഈ രണ്ടു കൂട്ടരെ സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ്, ഫഇന്ന ഫീഹിമാ ഫിത്നതൻ ലികുല്ലി മഫ്തൂൻ. ഫിത്നയിൽ അകപ്പെടുന്ന എല്ലാവർക്കും വലിയ ഫിത്നയാണ് ഈ രണ്ടാളുകൾ. കാരണം പെട്ടുപോകും. ഒരാൾ നല്ല അമല് ചെയ്യാണ്. ഇപ്പൊ ഒരുപാട് സാധാരണക്കാരകപ്പെട്ട് എന്താ, ചില ആളുകൾ, ചില സൂഫികൾ, ത്വരീഖത്തിന്റെ ആളുകൾ, അവര് അമല് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അമലായിരിക്കും, പക്ഷെ ജഹലിന്റെ മേലായിരിക്കും അമലുണ്ടാവുക. മറ്റു ചിലർ ഇൽമുള്ള ആളുകളെ തെമ്മാടികളായി ജീവിക്കുകയായിരിക്കും അവര്, പക്ഷെ അവരെ ഇൽമു കണ്ടിട്ട് അതിൽ പെട്ടുപോകുന്ന വലിയ ഫിത്നയിൽ അകപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് അൽ ആബിദുൽ ജാഹിൽ വൽ ആലിമുൽ ഫാസിഖ്. ഇത് നമ്മൾ സൂക്ഷിക്കണം. മറ്റൊരു അസറിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇബ്ന ആദം, മനുഷ്യ, لا يغرنك أن تقول المرء من مع من أحب. ഒരു വ്യക്തി അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാകും എന്നുള്ള വാക്ക് നിന്നെ വഞ്ചിക്കരുത്. ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു വ്യക്തി വന്നിട്ട് മത്തസ്സാ, എപ്പോഴാണെന്ന് അന്ത്യനാളെ ചോദിച്ചപ്പോൾ നീ എന്താണ് അതിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള ഹുബ്ബാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് എന്ത്? അൽ മർഉ മഅ മൻ അഹബ്ബ. അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കും. എന്നിട്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അത് ആളുകൾ തെറ്റായി ധരിക്കാൻ സാധ്യതയുണ്ട്. അതിനെ വിശദീകരിക്കുകയാണ്, ഈ വാക്ക് നിന്നെ വഞ്ചിക്കരുത്. ഫഇന്നക ലൻ തൽഹഖൽ അബ്റാറ ഇല്ലാ ബിഅമാലിഹിം. അവര് ചെയ്ത, അഥവാ പുണ്യം ചെയ്ത ആളുകൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടല്ലാതെ നീ അവരോടൊപ്പം ചേരില്ല. വെറുതെ ഇന്ന ആൾ ഇഷ്ടമാണ്, ഇന്ന സ്വാലിഹിന് ഇഷ്ടമാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ച പോലെ ഏതെങ്കിലും ഒരാളെ അയാൾ ഇഷ്ടപ്പെട്ടാൽ മതി, അയാളോടുള്ള ഇഷ്ടം ഉണ്ടായാൽ മതി. ഇപ്പൊ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തൊന്നും പാലിക്കാത്ത, ദീനിനെ തന്നെ നേരെ കൊണ്ടു നടക്കാത്ത ആളുകളായിരിക്കും. പക്ഷെ റസൂലിനോടുള്ള ഹുബ്ബുണ്ട്. ചിലപ്പോൾ ഈ ഹദീസ് ആ രീതിയിൽ ഉദ്ധരിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ മതി, ആ സ്നേഹം കൊണ്ട് റസൂലുള്ളാഹിന്റെ ഒപ്പം എത്തും, വേറൊന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ആ ഗൗരവത്തിൽ മനസ്സിലാക്കണം. എന്ന് പറയാണ്, അവരുടെ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ പുണ്യം ചെയ്തവരോടൊപ്പം നീ ചേരുകയില്ല. എന്നിട്ട് പറയാണ്, വഇന്നൽ യഹൂദ വന്നസാറ ലയുഹിബ്ബൂന അംബിയാഹും. ജൂത നസാറാക്കളിൽ ഒരു വിഭാഗം അവരുടെ അമ്പിയാക്കളെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. അവരെ നബിമാരെ അവർ സ്നേഹിച്ചിട്ടുണ്ട്. വലാ വല്ലാഹി മാ യുഹ്ശറൂന മഅഹും. പക്ഷെ ഉറപ്പാണ് അവരെന്താവൂല, അവരോടൊപ്പം ചേരൂല. ആ നബിമാരോടൊപ്പം അവർ ചേരൂല. വലാ യദ്ഖുലൂന ഫീ സുംറതിഹിം. അവരെ കൂട്ടത്തിൽ പ്രവേശിക്കുകയുമില്ല. വഇന്നഹും ലഹസബു ജഹന്നമ ഹും ലഹാ വാരിദൂൻ. ഇക്കൂട്ടർ, ഈ ജൂതനസാറാക്കൾ ആരാണ്? നരകത്തിലെ വിറകാവാൻ അവരെ കൊണ്ടുവരുന്ന ആളുകളായിരിക്കും ജൂതനസാറാക്കൾ. അപ്പൊ ഈ ഹദീസ് നമുക്കറിയാം, ഈ അമ്പിയാക്കളോടുള്ള സ്നേഹമോ സ്വാലിഹ്യങ്ങളോടുള്ള സ്നേഹമോ അതല്ല ഒരുത്തൻ അവരോടൊപ്പം എത്തിക്കുന്നത്. എന്താണ്? അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവര് പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അവരോടൊപ്പം നമ്മെ എത്തിക്കുന്ന കാര്യം. അപ്പൊ ഈ വാക്ക് നമ്മെ വഞ്ചിപ്പിക്കരുത് എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്. അടുത്തൊരു അസറിൽ അദ്ദേഹം പറഞ്ഞു, ലാ തസാലു ഹാദിഹിൽ ഉമ്മത്തു ബിഖൈറിൻ. ഈ ഉമ്മത്ത് ഖൈറിലായിക്കൊണ്ടേയിരിക്കും. വലാ തസാലു ഫീ കനഫില്ലാഹി വസത്രിഹി. അവർ അല്ലാഹുവിന്റെ മറയിലും അല്ലാഹുവിന്റെ സംരക്ഷണത്തിലും ആയിക്കൊണ്ടേയിരിക്കും. വതഹ്ത ജിനാഹി ദ്ദില്ലിഹി മാലം യർഫഖു ഖിയാറുഹും ബിശിറാരിഹിം. അല്ലാഹുവിന്റെ തണലിൽ കീഴിലുമായിരിക്കും ഈ സമൂഹം. ഏതുവരെ? ഈ സമൂഹത്തിലെ ആളുകളിലെ ഖൈറുള്ളവർ, നന്മയുള്ളവർ അവരുടെ ഷർറുള്ളവരെ അവരുമായി കൂട്ടുകൂടുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം സഹവസിക്കുകയോ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ കാണുകയോ ചെയ്യുന്നത് വരെ. ഖൈറായിട്ടുള്ള നല്ല ആളുകൾ ഷർറായിട്ടുള്ള ആളുകൾക്ക് അവരോടൊപ്പം കൂടുന്ന, അവർക്കൊരു വില കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വരെ. അതുപോലെ തന്നെ വയുഅദ്ദിം അബ്റാറുഹും ഫുജ്ജാറഹും. അവരിലെ പുണ്യം നിറഞ്ഞ ആളുകൾ അവരുടെ തെമ്മാടികളെ മഹത്വപ്പെടുത്തുന്നത് വരെ. പുണ്യം നിറഞ്ഞ ആളുകൾ തെമ്മാടികളായിട്ടുള്ളവരെ ബഹുമാനിക്കുന്നത് വരെ. വയമിൽ ഖുറാഉഹും ഇലാ ഉമറാഇഹിം. അതിൽ ഇൽമുള്ള ആളുകൾ ഭരണാധികാരിയിലേക്ക് ചെരിയുന്നത് വരെ, ഭരണാധികാരികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ദീന് സംസാരിക്കുന്നത് വരെ. ഫഇദാ ഫഅലൂ ദാലിക്. ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ
ഖൈറുള്ളവർ ഷർറുള്ളവരുമായിട്ട് കൂട്ടുകൂടുകയും അതുപോലെ തന്നെ പിന്നെ പുണ്യം ചെയ്യുന്നവർ തെമ്മാടികളെ ബഹുമാനിക്കുകയും അതുപോലെ പണ്ഡിതന്മാർ ഭരണാധികാരികൾക്ക് ചെരിഞ്ഞ് ദീനിനെ മാറ്റിമറിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ചെയ്താൽ റുഫിഅത് യദുല്ലാഹി അൻഹും, അവരുടെ മേലെയുള്ള അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ സംരക്ഷണം അത് അള്ളാഹു തആല ഉയർത്തും. വസുല്ലിത അലൈഹിമുൽ ജബാബിറ, അവരുടെ മേലെ വളരെയധികം ഉപദ്രവമുണ്ടാക്കുന്ന അധികാരമുള്ള ആളുകളെ അള്ളാഹു തആല നിയമിക്കും. ഫസാമൂഹും സൂഅൽ അദാബ്, അവർക്ക് വലിയ ഗൗരവമേറിയ ശിക്ഷ നൽകും. വല അദാബുൽ ആഖിറതി അശഖ് വഅബ്ഖ, എന്നാൽ പരലോകത്തെ ശിക്ഷയാണ് വളരെയധികം നിലനിൽക്കുന്നതും ഗൗരവത്തിലുള്ളതും. വഖുദിഫ ഫീ ഖുലൂബിഹിം അർറുഅബ്, മുസ്ലിമീങ്ങളുടെ ഖൽബിൽ റുഅബ് കൊടുക്കുകയും ചെയ്യും. റബ്ബ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കുറിച്ചുള്ള ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ദീനിൽ, നമ്മുടെ ദീനിലും നമ്മുടെ അമലുകളിലും ഒരു ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. മറ്റുള്ള ആളുകൾ അവര് എന്തിലാവട്ടെ മുന്നിൽ നിന്നാലും നമ്മൾ ദീനിലാണ് എപ്പോഴും ഇജ്ജത്ത് കാണേണ്ടത്. അതല്ലാത്തൊരവസ്ഥ നമുക്ക് വന്നു തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണമാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുക. അടുത്തൊരു അസറിൽ കാണാം, ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, يحاسب الله سبحانه المؤمنين يوم القيامة بالمنة والفضل ويعذب الكافرين بالحجة والعدل. الله سبحانه وتعالى നാളെ പരലോകത്തെ മുഅ്മിനീങ്ങളെ വിചാരണ ചെയ്യുന്നത് അവന്റെ ഔദാര്യം കൊണ്ടായിരിക്കും, അവൻ നൽകുന്ന ഔദാര്യങ്ങൾ കൊണ്ടായിരിക്കും. കാരണം മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ഹിദായത്തിന്റെ അസ്ൽ എന്താണ്? ഫദ്ലും നിഅമത്തുമാണ്. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഇത് അല്ലാഹുവിന്റെ ഫദ്ലൻ മിനല്ലാഹി വനിഅമ, അല്ലാഹുവിന്റെ ഫദ്ലും നിഅമത്തുമാണ്. ഹിദായത്ത് എന്നുള്ള ഫദ്ലും നിഅമത്തുമാണ്. എന്നാൽ കുഫാറുകൾക്കുള്ള ശിക്ഷ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബിൽ ഹുജ്ജതി വൽ അദ്ൽ, അവരുടെ മേലെയുള്ള ഹുജ്ജത്ത് സ്ഥാപിച്ചുകൊണ്ടും നീതിപൂർവമായിരിക്കും. അല്ലാതെ അല്ലാഹു അനീതി ചെയ്തുകൊണ്ടോ ഒന്നും ആവുകയില്ല. അപ്പൊ ഹിദായത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ ഫദ്ലാണെന്ന് മനസ്സിലാക്കണം. ബലാലത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ അദിലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരലോകത്ത് വിചാരണ ഉണ്ടാവുക. അതുപോലെ ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, യാ അജബൻ, എന്തൊരു അത്ഭുതമാണ്, ലിഅൽസിനത്തിൻ തസിഫു, ഒരു നാവ് അത് നല്ല രീതിയിൽ ഓരോ വിശേഷണങ്ങൾ പറയുന്നുണ്ട്, ദീന് സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട്. വഖുലൂബിൻ തഅരിഫു, ഒരു ഖൽബുണ്ട്, അവൻ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന മനസ്സിലാകുന്ന ഒരു ഖൽബുണ്ട്. വഅമാലിൻ തുഖാലിഫു, പക്ഷെ അവന്റെ കർമ്മങ്ങൾ ഇതിന് നേരെ എതിരാണ്. അവന് അറിയാം, അവന് അള്ളാഹുവിനെ മനസ്സിലാകുന്നുണ്ട്, ദീന് മനസ്സിലാകുന്നുണ്ട്, ദീനിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഏറ്റവും നല്ല സംസാരം നടത്തുന്നുണ്ട്. പക്ഷെ അവന്റെ കർമ്മങ്ങൾ അവൻ പറയുന്ന വാക്കുകൾക്കും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ അറിവിനും എതിരാണ്. എന്തൊരു അത്ഭുതമാണ് ഇയാളുടെ അവസ്ഥ എന്ന് ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇത് നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മങ്ങളും നാം എപ്പോഴും ബന്ധിപ്പിച്ചു നോക്കേണ്ടതാണ്. വേറൊരു അസറിൽ ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ദഖല മദാഖില തുഹമതി ലം യകുൻ ലഹു അജ്റുൽ ഗൈബതി, ഒരാൾ ഒരു സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് അവന്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം. അപ്പൊ അവന്റെ മേലെ ഒരാൾ അവനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ അത് ഗീബത്തിന്റെ കുറ്റം ലഭിക്കുന്ന കാര്യമാകൂല. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾ സംസാരിക്കുമ്പോൾ എപ്പോഴും രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിൽ, സംശയമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനെ പറ്റി ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്താവൂല, ഇവനെ പറ്റി ഗീബത്ത് പറഞ്ഞു എന്നുള്ള അവസ്ഥയിൽ എത്തുന്ന അവസ്ഥയുണ്ടാവൂല. അതായത് പറയുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നിടത്തിനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേ പറയാറുള്ളൂ എന്ന്. മറ്റൊരിക്കൽ ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് ഒരിക്കൽ ഒരു പ്രായമായ ഒരു വ്യക്തി കല്ലുകൾ കൊണ്ട് ഇട്ട് കളിക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ സവ്വിജ്നി അൽ ഹൂറൽ ഐൻ, എനിക്ക് ഹൂറുൽ ഈങ്ങളെ നാളെ സ്വർഗ്ഗത്തിൽ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണമേ. ഫഖാല, അപ്പോൾ ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, യസ്അലുൽ ഹൂറൽ ഐൻ, നീ ഹൂറുൽ ഈങ്ങൾ ചോദിക്കുകയാണോ? വയൽഅബു കമാ യൽഅബുൽ മജാനീൻ, ഭ്രാന്തന്മാർ കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ട്. അതായത് ഒന്ന്, ദുആയിൽ അവന് ശ്രദ്ധയില്ല, അള്ളാഹുവിനോട് എന്ത് കാര്യം ദുആ ചെയ്യാനെങ്കിലും ശ്രദ്ധയോട് ദുആ ചെയ്യണം. രണ്ട്, അതിനുവേണ്ടി പണിയെടുക്കാതെ, പരലോകത്ത് കിട്ടേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാതെ വെറുതെ അവന് അനാവശ്യമായി സമയം ചെലവഴിച്ചിരുന്നാൽ അതൊന്നും ലഭിക്കുകയുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഹസൻ അൽ ബസീർ റഹിമഹുള്ള പറയുകയാണ്, മൻ അഹബ്ബ അൻ യഅലമ മാ ഹുവ ഫീഹി, ഒരാൾക്ക് അവൻ എന്ത് അവസ്ഥയിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അവന്റെ അവസ്ഥ എന്താണ് എന്ന് അവൻ അറിയണമെന്നുണ്ടെങ്കിൽ ഫൽയഅരിൽ അമലഹു അലൽ ഖുർആൻ, അവൻ അവന്റെ കർമ്മങ്ങൾ ഖുർആനുമായിട്ടൊന്ന് താരതമ്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ ഖുർആനുമായിട്ട് ഒന്ന് പരസ്പരം താരതമ്യം ചെയ്ത് ഒന്ന് നോക്കട്ടെ. അവന്റെ ഊഹങ്ങളിൽ നിന്ന് അവന്റെ നഷ്ടങ്ങളെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ജീവിതം പലപ്പോഴും പിശാച് നമ്മളെ തെറ്റിക്കുന്ന വലിയൊരു മാർഗം എന്താണെന്നറിയോ, നമ്മൾ കുഴപ്പമില്ല നല്ല അവസ്ഥയിലാണെന്ന് അറിയിക്കലാണ്. ഇതിപ്പോ നല്ല അവസ്ഥയിലാണെന്നുള്ള ഒരു സമാധാനം നമുക്ക് നൽകലാണ്. ഇതിൽ തന്നെ വേറൊരു അസർ വരുന്നുണ്ട് മുൻഗാമികളെ പറ്റിയിട്ട് അവരെത്ര ഭയപ്പെട്ടിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് തോന്നും ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ നന്മകളാണ് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുക. തിന്മ എപ്പോഴും ഓർമ്മ വരിക എന്നറിയോ, മരണം മുന്നിൽ കാണുമ്പോഴോ. മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് നമ്മുടെ നന്മകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, തിന്മകളാണ് നമ്മുടെ മുമ്പിൽ ഓർമ്മ വരിക അധികവും. കാരണം അവന് ഇനിയൊരു അവസരമില്ല എന്നറിയുന്ന ആ സന്ദർഭത്തിൽ. പക്ഷെ ബാക്കിയുള്ള സന്ദർഭത്തിലെല്ലാം കുഴപ്പമില്ല, നല്ലൊരു അവസ്ഥയിലാണ് തോന്നുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയൊരു കെണിയാണ്, ഏറ്റവും വലിയൊരു കെണി. നമ്മൾ സ്വന്തത്തെ വിചാരണ ചെയ്യണം. അതിൽ ഏറ്റവും നല്ല മാർഗം ഖുർആനുമായിട്ട് നമ്മെ താരതമ്യം ചെയ്യലാണ്. നമ്മുടെ അമലുകൾ എടുക്കുക, നമ്മുടെ ഈമാൻ എടുക്കുക, നമ്മുടെ സ്വഭാവം എടുക്കുക, ഖുർആൻ എടുക്കുക, ഖുർആനിന്റെ അധ്യാപനങ്ങൾ എടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട പാഠങ്ങൾ നോക്കുക. ഒന്ന് പരിശോധിച്ചു നോക്കുക, എന്താ എന്റെ അവസ്ഥ, എന്താണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥ. അത് നോക്കാൻ അവന്റെ ഊഹവും അവന്റെ ചിന്തകളും യാഥാർത്ഥ്യവും വേർതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ് എന്ന് പറയുകയാണ്. ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇതേ ആശയത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, റഹിമല്ലാഹു അബ്ദൻ അർള നഫ്സഹു അലാ കിതാബില്ലാഹ്. അല്ലാഹു തആല കാരുണ്യം ചൊരിയട്ടെ, ഒരു വ്യക്തി അവൻ അവന്റെ നഫ്സിനെ എപ്പോഴും അള്ളാഹുവിന്റെ കിതാബിനോട് താരതമ്യം ചെയ്ത് വെച്ച് പരിശോധിക്കുന്നവനാണ്. ഫഇൻ വാഫഖ അമറഹു ഹമിദല്ലാഹ് വസഅലഹുൽ മസീദ്. ഇനി അതിനോട് ഖുർആൻ കൽപ്പിച്ച കാര്യങ്ങളോട് യോജിച്ചു വരികയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവൻ കൂടുതൽ അധികരിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുന്നു. വഇൻ ഖാലഫ, ഇനി അതിനെതിരായിട്ടാണ് കാണുന്നെങ്കിലോ ഇസ്തഅതബ വറജഅ മിൻ ഖരീബിൻ, അവന്റെ അവസ്ഥ മാറ്റി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അവൻ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് മടങ്ങുന്നു. കാരണം എപ്പോഴും ആത്മവിചാരണ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ദിവസമെങ്കിലും ഓരോ ദിവസവും, ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഓരോ നിമിഷവും നമ്മൾ സ്വന്തത്തിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എപ്പോഴും നമുക്ക് മരണം വരിക അറിയില്ല, എപ്പോഴാണ് മരണം നമ്മുടെ അടുക്കിലേക്ക് വരിക നമുക്കറിയില്ല. അതുകൊണ്ട് ഏത് നിമിഷത്തിലും എന്താണ് എന്റെ അവസ്ഥ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പല ആളുകൾക്കും ഗഫലത്തിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആവും. എല്ലാ മനുഷ്യരും ഗഫലത്തിലാകുന്ന അവസ്ഥയുണ്ടാകും, യഖ്ലത്തിലാകുന്ന അവസ്ഥയുണ്ടാകും, അതായത് ഉണർവിലാകുന്ന അവസ്ഥയുണ്ടാവും. ഗഫലത്തിൽ നിന്ന് ഉയരണമെങ്കിൽ ഇതുപോലെയുള്ള ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. അദ്ദേഹം പറയുമായിരുന്നു, യാ അജമൻ ലിബ്നി ആദം, മനുഷ്യന്റെ അവസ്ഥ എന്തൊരവസ്ഥയാണ്, എന്തൊരു അത്ഭുതമാണ്. രണ്ടാളുകൾ അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ രണ്ടാളുകൾ അവന്റെ അടുത്തുണ്ട്. ലിസാനുഹു ഖലമുഹുമ, അവന്റെ നാവ് അവരുടെ പേനകളാണ്. അവന്റെ നാവ് എന്നുള്ളത് അവരുടെ പേനകളാണ്. വരീഖുഹു മിദാദുഹുമ, അവന്റെ ഉമിനീർ എന്നുള്ളത് ആ പേനയിലെ മഷിയാണ്, രേഖപ്പെടുത്തുന്ന പേനയിലെ മഷിയാണ്. വഹുവ ബൈന ദാലിക യതകല്ലമു ബിമാ ലാ യഅനി, എന്നിട്ടും അവനൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവനൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കളെ പറ്റി പറയാണ്. പക്ഷെ നല്ല ബലാഗയുടെ രൂപത്തിനാണ് അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ളത്. ഈ ബാബിൽ തന്നെ ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അറബി ഭാഷയിൽ വളരെ ബലാഗയിലുള്ള കാര്യങ്ങളാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ളത്. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇവന്റെ നാവ് അവരുടെ പേനയാണ്, ഇവന്റെ ഉമിനീർ അവരുടെ മഷിയാണ്. അഥവാ ഏതൊരു വാക്കും നമ്മൾ സംസാരിക്കുന്ന രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയുന്ന കാര്യം, എന്നിട്ടും അവനൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ സംസാരങ്ങൾ സൂക്ഷിക്കണം. അടുത്തൊരു അസറിൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നു ആദം, മനുഷ്യ, തുഹിബ്ബു അൻ തുദ്കറ ഹസനാതുക, നീ ഇഷ്ടപ്പെടുന്നു നിന്റെ നന്മകൾ പറയപ്പെടാൻ, നീ ചെയ്ത നന്മകള് പറയപ്പെടണം, അതിനെപ്പറ്റി പരാമർശിക്കപ്പെടണമെന്ന് നീ ഇഷ്ടപ്പെടുന്നു. വതക്റഹു അൻ തുദ്കറ സയ്യിആതുക, നിന്റെ തിന്മകൾ അത് ഓർമ്മിക്കപ്പെടുന്നതും അത് പരാമർശിക്കപ്പെടുന്നതും നീ വെറുക്കുകയും ചെയ്യുന്നു. വതുആഖിദു ഗൈറക ബിദ്ദൻ, മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ചൊരു സംശയത്തിലാണ്. അവന് നല്ലൊരാളാണോ അല്ലെങ്കിൽ അവൻ നല്ല അവസ്ഥയിലാണോ, അതിനെ കുറിച്ചൊക്കെ എപ്പോഴും ഒരു സംശയത്തിന്റെ അവസ്ഥയിലാണ്.
വഅൻത മുഖീമുൻ അലൽ യഖീൻ. എന്നാ നീ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴോ നീ നല്ല യഖീനിലാണ്, ഞാൻ നല്ലൊരു ഇതാണ്, നല്ല ദൃഢതയിലാണ്. മാ ഇൽമിക ബിഅന്നക ഖദ് വുക്കില ബിക മലകാനി യഹ്ഫദാനി അലൈക ഖൗലക വഅമലക. ഏതൊരു ഉറപ്പിനോടൊപ്പം നിന്റെ എല്ലാ കർമ്മങ്ങളും രണ്ടാൾ രേഖപ്പെടുത്തുന്നു എന്നുള്ള ബോധ്യം നിനക്കുണ്ടായിട്ടും നീ നിന്റെ കാര്യത്തിൽ ദൃഢമായ വിശ്വാസത്തിലും മറ്റുള്ളവരുടെ സംശയത്തിലുമാണ് എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ സ്വന്തത്തിൽ അകപ്പെട്ടു പോകുന്ന വലിയൊരു അപകടം അവൻ ഏറ്റവും നല്ല അവസ്ഥയിലാണ് എന്നുള്ള തോന്നലിൽ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയായിട്ട് കാണാം ഇബ്നു ആദം ഇന്നൽ ലബീബ ലാ യംനഉഹു ജിദ്ദുൽ ലൈലി മിൻ ജിദ്ദിൻ നഹാർ. ബുദ്ധിയുള്ള ഒരാൾക്ക് അവന്റെ രാത്രിയിലെ പരിശ്രമം പകലിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നതിന് തടയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ രാത്രി കുറെ ചെയ്തു, അവന് പകല് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. വലാ ജിദ്ദുൻ നഹാരി മിൻ ജിദ്ദിൽ ലൈൽ, പകലിൽ കുറെ ചെയ്തു അവന് രാത്രി വേണ്ട ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എല്ലാ സമയം ഒരുപോലെ ആയിരിക്കും. ഖദ് ലാസമൽ ഖൗഫ് ഖൽബഹു ഇലാ അൻ യർഹമഹു റബ്ബുഹു. അവന്റെ ഖൽബ് എപ്പോഴും ഭയത്തിലായിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഏതുവരെ? അവന്റെ മേലെ അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയുന്നത് വരെ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന മറ്റു വാക്കുകളാണ് ഇയ്യാകും വൽ മദ്ഹ ഫഇന്നഹു ദിബ്ഹ്. ഈ മദ്ഹ് പുകഴ്ത്തി പറയുന്നതിനെ നീ സൂക്ഷിക്കുക, അത് യഥാർത്ഥത്തിൽ ഒരു അറവാണ് എന്ന്. അതായത് ഒരാളെ അറുത്തു കൊല്ലുന്നതിന് തുല്യമാണ് ഒരാളെ പുകഴ്ത്തുക അല്ലെങ്കിൽ പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. വളരെ അവന്റെ ദീനിനെ, അവന്റെ അവസ്ഥയെ തന്നെ നശിപ്പിച്ചു കളയുന്ന, നല്ലൊരു അവസ്ഥയെ തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണത്. മറ്റൊരു ഹദീസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാറുണ്ട് അന്ന റജുലൻ മുദിഹ ബിഹദ്റത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖതഅതും ബഹ്റഹ, നിങ്ങൾ അവന്റെ മുതുക് പൊളിച്ചിരിക്കുകയാണ്, പുറം പൊളിച്ചിരിക്കുകയാണ്. അഥവാ എന്നിട്ട് പറഞ്ഞു ലൗ സമീഅഹ മാ അഫ്ലഹ ബഅദഹ അബദ. ഇത് അവൻ കേട്ടിരുന്നെങ്കിൽ ഇതിന് ശേഷം അവൻ വിജയിക്കില്ല. കാരണം അത്രയധികം അവൻ ഉജുബിലായിട്ട് കിബിറിലുമായിട്ട് അപകടത്തിൽപ്പെടും. ഒരിക്കലും സഹോദരങ്ങളെ ഒരാളുടെ നന്മ എത്ര വലുതാണെങ്കിലും അവൻ കേൾക്കുന്ന രീതിയിൽ അവനെ പൂഴ്ത്തി പറയരുത്. അത് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പ്രശംസയും പുകഴ്ത്തലും ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനുമില്ല. ഏതൊരു കാര്യം ചെയ്തിട്ട് നന്നായിട്ടുണ്ടെന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനുമില്ല. അത് നമ്മളായിട്ട് ഉണ്ടായി കൊടുക്കരുത്. ഒരാൾ നന്മ ചെയ്തു, നല്ലൊരു കാര്യം ചെയ്തു, പക്ഷെ വേറെ ആളുകളോട് നമ്മൾ പറഞ്ഞാലും അയാൾ കേൾക്കുന്ന അവസ്ഥ നമ്മൾ രഹസ്യമായിട്ട് ആരോടും പറയുന്ന പോലെയല്ല. അയാൾ കേട്ടാൽ പിശാചിന് പിന്നെ അവന്റെ മേലെ ഏറ്റവും എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന അവസ്ഥയാണ്. വളരെ അപകടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പല ആളുകളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അയാൾ കേൾക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പറയരുത്. അതല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ അടുക്കൽ അയാളുടെ ഖൈറിനെ കുറിച്ച് പറയാം, നന്മയെ കുറിച്ച് പറയാം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അയാൾക്ക് ഇതുപോലെ ഉജുബിൽ നിന്നും കിബറിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, കൂടുതൽ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ അയാൾ കേൾക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് അവനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അടുത്തൊരു അസർ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ് മദ്ദാബത്തുൽ ജമൂഹു ബിഅഹ്വജ ഇലൽ ലിജാമിൽ മുംസിക് മിൻ നഫ്സിക്. ഒരു ആവേശമുള്ള എടുത്തു ചാടുന്ന ഒരു ജീവിയുമില്ല മൂക്ക് കയറിടാനായിട്ട് നിന്റെ നഫ്സിനേക്കാൾ, നിന്റെ സ്വന്തത്തിനേക്കാൾ മൂക്ക് ഇടേണ്ടതായിട്ടുള്ള വേറൊരു വളരെ വേഗത്തിൽ ഇടിച്ച വെപ്രാളം കാണിക്കുന്ന വേറൊരു ജന്തുവുമില്ല എന്നുള്ളത്. അതായത് നമ്മുടെ നഫ്സിനെ എപ്പോഴും നമ്മൾ ഒരു ജന്തു, ഒരു വളരെയധികം കുതിക്ക് പോകുന്ന ഒരു ജന്തു നമുക്കെന്താ അറിയാം, നമുക്ക് പരിചയമുള്ളതാണ്. അതിനെ പിടിച്ചു കെട്ടാൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? മൂക്കേറി ഇടുക എന്നുള്ളതാണ്. അതിനെ നമ്മുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലൊരു കയറ് നമ്മുടെ നഫ്സിന്റെ മേലെ വേണം. നമ്മുടെ നഫ്സ് പറയും ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാം, ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇതിനോടൊരു ആഗ്രഹം, ഇന്നത് ഇതാക്കാം, ഇന്നത് ഇതാക്കാം. പക്ഷെ നമുക്ക് ഒരു പിടിക്കയറുണ്ടാവണം. നഫ്സ് പറയുന്ന പോലെയല്ല, ഞാൻ പറയുന്ന പോലെ നഫ്സ് അനുസരിക്കണം. ആ രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. വളരെ പണിയെടുത്ത് ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഇൽമിന്റെ മേലെയും അതുപോലെ അമല് കൊണ്ടും സ്വബുറ് കൊണ്ടും യഖീൻ കൊണ്ടും മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നഫ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പൊ ഈ മൂക്കുകയറിടേണ്ടതായിട്ട് നിന്റെ നഫ്സിനേക്കാൾ വേറൊരു ജീവിയുമില്ല. കാരണം അത്രയും അതിന് ആവശ്യക്കാരനാണ് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ട്. മറ്റൊരു വാക്ക്, ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു ഇബ്നു ആദം, ഏ മനുഷ്യ, ഇന്നക ലസ്ത ബിസാബിഖിൻ അജലക, നീ ഒരിക്കലും നിന്റെ ആയുസിന്റെ പരിധി അത് മുന്നിട്ട് കടക്കുന്നവനല്ല. നിന്റെ ആയുസ് എത്രയാണോ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് അതിനേക്കാൾ മുന്നിട്ട് കടക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. വലാ ബിമഗ്ലൂബിൻ അലാ റിസ്ഖിക, നിന്റെ റിസ്ഖ് അത് കൂട്ടി നേടിയെടുക്കാനും നിനക്ക് സാധിക്കില്ല. അള്ളാഹു തീരുമാനിച്ചതിനപ്പുറത്തേക്ക് കൂടുതൽ നേടിയെടുക്കാനും നിനക്ക് സാധിക്കില്ല.
വലാ ബിമർസൂഖിൻ മാ ലൈസ ലക്. ആർക്കെങ്കിലും നൽകപ്പെട്ട റിസ്ക് അത് നിനക്ക് കിട്ടാനുള്ളതുമല്ല. വേറെ ആളുടെ റിസ്ക് നോക്കിയിട്ട് അവന് ഇന്ന കിട്ടിയാലും നോക്കിയിട്ട് കാര്യമില്ല, അത് നിനക്ക് വിധിച്ചിട്ടുള്ള കാര്യവുമല്ല. ഫലിമ തഖ്ദഹ്, പിന്നെ എന്തിനാണ് നീ ക്ഷീണിക്കുന്നത്? അതായത് നീ ഈ ദുനിയാവിന്റെ മാത്രം ചിന്തയിൽ മുഴുകി പിന്നെ എന്തിനാണ് നീ തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ പോകുന്നത്? വഅലാമ തഖ്തുലു നഫ്സക്, പിന്നെ എന്തിന്റെ മേലെയാണ് നിന്റെ സ്വന്തത്തെ നീ കൊല്ലുന്നത്? അഥവാ ചിന്തയും ടെൻഷനും ഡിപ്രഷനും അതുപോലെ എല്ലാം അടിച്ചിട്ട് ചിന്തകളിൽ മുഴുകിയിട്ട് എന്തിനാണ് നീ നിന്റെ സ്വന്തത്തെ നശിപ്പിച്ച് കളയുന്നത്? കാരണം മനുഷ്യനുണ്ടാവുന്ന പ്രധാനപ്പെട്ട രണ്ട് ചിന്തയാണ് അവന്റെ ആയുസ്, അവന്റെ ജീവിതം, രണ്ട് അവന്റെ റിസ്ക്, അവന്റെ സമ്പാദ്യം. ഈ രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുക എന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ മേലെ ആലോചിച്ചിടുന്ന കാര്യം. ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്, അവന് ജോലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. അവന്റെ റിസ്ക് ചിലപ്പോ എത്ര ജോലി ചെയ്താലും കുറവായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ കുറച്ച് ജോലി ചെയ്താലും കുറെ റിസ്ക് കിട്ടുന്നുണ്ടാവും. അത് അള്ളാഹു തീരുമാനിച്ചതാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹലാലായ രീതിയിൽ അതിനെ തേടുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യം സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥയോ അത് ബേജാറായി ജീവിക്കേണ്ട അവസ്ഥയല്ല. പല ആളുകളും ഇന്ന് കാലത്ത് ഈമാനുള്ളവർ, മുസ്ലിമീങ്ങൾ, അവർ തന്നെ വളരെയധികം ഇതുപോലെയുള്ള ചിന്തയിൽ മുഴുകി പോകുന്നത് കാണാൻ സാധിക്കും. ഈ യാഥാർത്ഥ്യം ഒന്ന് ഉറ്റാലോചിച്ചാൽ മതി. മറ്റൊരു സംഭവം, ഒരിക്കൽ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി ഒരു അറാബി കാണാനിടയായി. അദ്ദേഹം പറഞ്ഞു, അസ്ലഹക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ, അഅലിംനി ദീനൻ മബ്സൂതൻ, മധ്യമ നിലപാടിലുള്ള ദീനെ എനിക്ക് പഠിപ്പിച്ചു തരണം. ലാ ദാഹിബൻ ശതൂതൻ വലാ ഹാബിതൻ ഹുബൂതൻ, അതിരി കവിഞ്ഞു പോകുന്നതും ആവാൻ പാടില്ല, അല്ലെങ്കിൽ അലംഭാവം കാണിച്ച് നഷ്ടപ്പെടുന്നതും ആവാൻ പാടില്ല. فقال الحسن, അപ്പോൾ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ ഇബ്ന അഖി, സഹോദരാ, ലഇൻ ഖുൽത ദാക, നീ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അഥവാ മിതത്വം നിറഞ്ഞ ആ ദീനെ ചോദിച്ചല്ലോ, ലഖദ് അഹ്സൻത, അതെന്നെ ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. ഇന്ന ഖൈറൽ ഉമൂർ ലഔസാതുഹാ, ഏറ്റവും കാര്യങ്ങൾ ഏറ്റവും ഖൈറായിട്ടുള്ളത് അതിന്റെ മധ്യമമായിട്ടുള്ളതാണ്. ഏത് കാര്യം എടുത്താലും സഹോദരങ്ങളെ ഏറ്റവും ഉത്തമം അതിന്റെ ആ മധ്യമ നിലപാടിലുള്ളതാണ്. ഉദാഹരണത്തിന് ഇസ്സത്തും ദില്ലത്തും എടുക്കുക. ഒരാൾക്കൊരു പ്രതാപമുണ്ട്, പ്രതാപം ഒരു മുഅ്മിന്റെ ഒരു സിഫത്താണ്. ദില്ലത്ത്, ഒരാൾക്കൊരു താഴ്മയുണ്ട്, വിനയുണ്ട്, അതും നല്ല സിഫത്താണ്. പക്ഷെ ഇത് രണ്ടും കൂടിപ്പോയുള്ള അവസ്ഥ എന്താ? ദില്ലത്ത് ഉദ്ദേശിച്ച് പിന്നെ അവന്റെ വിനയം, നല്ലൊരു വിനയം ഉണ്ടാവന്. ആ രണ്ടും കൂടിപ്പോയാലോ? ഇസ്സത്ത് കൂടിയാൽ പിന്നെ അവന് കിബറിലേക്കാണ് പോവുക, പിന്നെ അവന് കിബറ വരിക, അഹങ്കാരം വരിക. അവന്റെ വിനയം കൂടിക്കഴിഞ്ഞാലോ ദില്ലത്ത്, തരം താഴ്ന്ന അവസ്ഥ ഉണ്ടാവുക. ഈ രണ്ടും ഉണ്ടാവാൻ പാടില്ല, മധ്യമ നിലപാടിലായിരിക്കണം. ഇനി ഒരാൾ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ ഒരാൾ ധാരാളം ചെലവഴിക്കാൻ വിചാരിക്കുക, സ്വതക്ക നൽകിയിട്ടാണ് ഇല്ലതൊക്കെ ചെലവഴിക്കുക, കുടുംബത്തിനൊന്നും നൽകാതെ, ആവശ്യമുള്ളതൊന്നും നൽകാതെ ചെലവഴിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിന് തന്നെ ചെലവഴിക്കുന്നത് ദൂർത്തായി മാറും. അത് അധികരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഒരാൾ പിശുക്ക് പിടിച്ചാലോ അത് ബുഖിലായിട്ട് പിശുക്കായിട്ട് മാറും. അതിന്റെ മധ്യമ നിലപാടിലാണ്. ഏത് കാര്യം എടുത്താലും അതാണ് ഉത്തമം. ദീനിന്റെ വിഷയത്തിലും ഒരു സംശയമില്ലാതെ അത് തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു അസൽ കാണാം, ഇബ്നു ആദം ബൈന സലാസതി അഷ്യാ, മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളുടെ നടുവിലാണ്. ബിലിയത്തിൻ നാസിലത്തിൻ, എപ്പോഴാണെങ്കിലും വരാവുന്ന ഒരു പരീക്ഷണം, ഒരു ബലാ. വനിഅമത്തിൻ സായിലത്തിൻ, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു നിഅമത്ത്. വമനിയത്തിൻ ഖാതിലത്തിൻ, അവനെ ഇല്ലാതാക്കി കളയുന്ന മരണം. ഈ മൂന്ന് കാര്യമാണ് മനുഷ്യന്റെ ജീവിതം. ഇതിന്റെ ഇടയിലാണ് ഒരുത്തന്റെ ജീവിതം എന്നുള്ളത്. ഇത് അറിയപ്പെട്ട കാര്യമാണ്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അവൻ ഏത് സമയത്തും വരാവുന്ന ബലാ, എപ്പോ വേണമെങ്കിലും നമുക്ക് ഏത് പരീക്ഷണവും വരാം. ഇന്ന് നമ്മൾ നല്ല ആരോഗ്യത്തിലാണ്, ആഫിയത്തിലാണ്, എല്ലാത്തിലുമാണ്. ഏത് നിമിഷമാണെങ്കിലും നഷ്ടപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന പോലെ നടക്കും. അല്ലെങ്കിൽ നിഅമത്തിൻ സായിലത്തിൻ, ഇപ്പോഴുള്ള അനുഗ്രഹങ്ങൾ അത് പോകാം, അല്ലെങ്കിൽ ബലാവ് വരാം, എന്തുമാകാം. വമനിയത്തിൻ ഖാതിലത്തിൻ, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മരണം നമ്മളെ പിടികൂടാം. ആർക്കും അറിയില്ല, എപ്പോൾ വേണമെങ്കിലും പിടികൂടാം. ഈ മൂന്ന് കാര്യങ്ങൾ നടുവിലാണ് ഒരു മനുഷ്യനെന്ന്. മറ്റൊരു അസർ ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇനി ഒരുപാടുണ്ട് ഇതിൽ. ഈ ബാബിൽ തന്നെ ഉണ്ട് ഒരുപാട്. ഇതല്ലാതെ വേറെ 3 ബാബുകളുണ്ട്, ഫസ്ലുകളുണ്ട്. ഇത് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇബ്നു ആദം ഗറദുൻ ലിൽ ബലായ വറസായ വൽ മനായ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ബലാ, പരീക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ മുസീബത്തുകളുടെയും മരണത്തിന്റെയും അടുത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത
ഹസനതൻ വഖിനാ അദാബന്നാർ. മനുഷ്യന്റെ ആലോചിച്ചിട്ട് ദുനിയാവിലും ആഖിറത്തിലുമുള്ള നന്മകളെ അദ്ദേഹം ദുആ ചെയ്യുകയുണ്ടായി ഈ വാക്കുകൾ പറഞ്ഞിട്ട് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് വേറെയും ഈ ഫസ്ലിലെ അസറുകളുണ്ട്, വേറെയും ഇനി 3 ഫസ്ലുകളുമുണ്ട്. നമുക്ക് സമയം പോലെ വായിക്കാവുന്നതാണ്. ഇത് വായിക്കുക എന്നതിനപ്പുറത്തേക്കും കേൾക്കുക എന്നതിനപ്പുറത്തേക്കും വളരെയധികം ഉപകാരമുള്ള നസീഹത്തുകളാണ് ഇതിലുള്ളത്. കാരണം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ കുറഞ്ഞ ഫഹ്മു കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ ലളിതമായി ചിന്തിക്കാവുന്ന രീതിയിൽ ഹിക്മകളും മവാഇദുകളുമായിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത് വളരെയധികം ചിന്തിച്ച് നമ്മൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. കാരണം ഹസൻ ബസീർ റഹിമഹുല്ലാഹയും അതുപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയും ഈ രണ്ടുപേരുടെയും ജീവിതം സലഫുകളുടെ ബാക്കിയുള്ള സലഫുകൾ തന്നെ പറയാറുണ്ട്, ഇവർ രണ്ടുപേരും വേറൊരു ലോകത്തായിരുന്നു, ഞങ്ങൾക്ക് അവർ രണ്ടുപേരുടെ അത്ര എത്താൻ സാധിച്ചിട്ടില്ല എന്ന് പ്രത്യേകം ഇവർ രണ്ടുപേരെ പറ്റി പറയാറുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും പറ്റിയിട്ടാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് കിതാബ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഹസൻ ബസരിയെ പോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ മനാഖിബ് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ അസറുകൾ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ ഇത് എടുത്തപ്പോൾ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, അതുകൂടി എടുക്കണം എന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് നമുക്കത് വായിക്കാവുന്നതാണ്. നല്ല ചിന്തിക്കേണ്ട ഉപദേശങ്ങളും പാഠങ്ങളുമാണ് ഇതിലുള്ളത്. ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഗഫലത്തിലായി പോകും, അശ്രദ്ധയിലായി പോകും. ദുനിയാവ് അങ്ങനെ നമ്മളെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും തസവുറാത്തുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ചിന്തകൾ, അതിനൊക്കെ പെട്ടെന്ന് തെറ്റിച്ചു കളയും. പക്ഷെ നമ്മൾക്ക് ദീന്, അള്ളാഹ്, പരലോകം എന്നുള്ള ചിന്തയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, മറ്റൊരാളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ വാക്കുകളെ ആലോചിക്കുക, മനസ്സിൽ എപ്പോഴും ഇട്ട് ചിന്തയിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചും ചിന്തിക്കുക. ദുനിയാവ് സഹോദരങ്ങളെ നമ്മൾ എത്ര പണിയെടുക്കാൻ മീൻസ് എത്ര പരിശ്രമിച്ചില്ലെങ്കിലും 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ പരലോകം അങ്ങനെയല്ല. പരലോകം നമ്മുടെ മേലെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റിസ്ക് അള്ളാഹുടെ വാഗ്ദാനം ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല നൽകും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. സ്വർഗ്ഗത്തെ പറ്റി അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ജീവിയില്ല സ്വർഗ്ഗം ഏറ്റെടുത്തായിട്ട് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് നമ്മളെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല സ്വർഗ്ഗത്തിലും ഇതുപോലെ നമ്മുടെ മുൻഗാമികൾ ഖൈറിൽ കഴിഞ്ഞു പോയിട്ടുള്ള മുൻഗാമികളോടൊപ്പം ചേർത്ത് സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين والحمد لله رب العالمين.